ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമുക്കും അനുഗ്രഹീതരാകാം. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 19-ാം തിരുവചനം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിൻ്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഈ തിരുവചനം നമ്മുടെ മുമ്പിൽ നൽകുന്ന ഒരു വലിയൊരു സന്ദേശമുണ്ട്. അനുദിന ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകളിലൂടെ കടന്നു പോകുന്നതാണ് മനുഷ്യജീവിതം. ഏത് ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അനുദിന ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുപ്പുകളിലൂടെ കടന്നു പോവുകയാണ്. ഞാനും നിങ്ങളും ഓരോ നിമിഷവും തിരഞ്ഞെടുപ്പിലൂടെയാണ് മുന്നോട്ട് നടന്നു പോകുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ നമ്മുടെ ആവശ്യങ്ങൾ, അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ഓരോ തിരഞ്ഞെടുപ്പുകളാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 16-17 വചനം ഇപ്രകാരമാണ്: അഗ്നിയും ജലവും അവിടുന്ന് നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളതെടുക്കാം. ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. മനുഷ്യനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവൻ്റെ സ്വാതന്ത്ര്യത്തെ വിലകൽപ്പിക്കുകയും ചെയ്യുന്ന ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം. അത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുകയാണ്. നന്മ തിരഞ്ഞെടുക്കുവാനായിട്ട് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്, തിന്മ തിരഞ്ഞെടുക്കുവാനായിട്ട് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. അത് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു ഭാവമാണ്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവം അവനെ ബഹുമാനിക്കുന്നത് കൊണ്ട് കൊടുത്ത ഒരു അനുഗ്രഹമാണ്. എന്തും അവന് തിരഞ്ഞെടുക്കാം. ദൈവത്തെ വേണമെങ്കിലും അവന് തിരഞ്ഞെടുക്കാം, പിശാചിനെ വേണമെങ്കിലും അവന് തിരഞ്ഞെടുക്കാം. കാരണം ദൈവം അവനെ മാനിക്കുന്നു. രക്ഷാകര ചരിത്രത്തിലുടനീളം നമുക്ക് കണ്ടെത്താം ദൈവത്തിൻ്റെ സ്വഭാവവും തിരഞ്ഞെടുപ്പാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകളിലൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ദൈവം തിരഞ്ഞെടുക്കുകയാണ് ചിലരെ. ചില സ്ഥലങ്ങളെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കുന്നു, ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കാണാനായിട്ട് സാധിക്കും. അബ്രഹാത്തിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ജോസഫിനെയൊക്കെ ദൈവം തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദാവീദിനെയും, അതുപോലെ തന്നെ ദാനിയേൽ പ്രവാചകനെയും, ഏലിയായെയും എലീശ, ഇവരുടെയൊക്കെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ ഇവരുടെ ജീവിതത്തിൽ വരുത്തുന്ന വലിയ മാറ്റങ്ങൾ. നിയമാവർത്തന പുസ്തകത്തിലും നമ്മൾ 12-ാം അധ്യായം 11 നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തൻ്റെ നിയമം സ്ഥാപിക്കുവാനായി ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. അപ്പോൾ തൻ്റെ നാമം സ്ഥാപിക്കുന്നതിനായി ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. കാരണം ദൈവമാണ് തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതവും ഇതുപോലെ തിരഞ്ഞെടുപ്പുകളുടെ ഒരു ജീവിതമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുത്ത് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനത്തിലുടനീളം ദൈവത്തിൻ്റെ ഇടപെടലുകളും ദൈവം തിരഞ്ഞെടുക്കുന്നതുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജോഷയുടെ പുസ്തകം 24-ാം അധ്യായം 15 ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തോട് ജോഷുവ വെല്ലുവിളിക്കുകയാണ്. ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ജോഷുവ തൻ്റെ തിരഞ്ഞെടുപ്പ് അത് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. വചനം ഇപ്രകാരമാണ്. 24-ാം അധ്യായം 15-ാം തിരുവചനം, ജോഷുവയുടെ പുസ്തകം. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ആരാധനയ്ക്ക് വേണ്ടി ദൈവത്തെ തിരഞ്ഞെടുക്കേണ്ട ഒരു നിലപാട് വരുമ്പോൾ ദൈവം ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവത്തെ ഈ ജോഷുവ തിരഞ്ഞെടുക്കുകയാണ്. കാരണം ജോഷുവയും കുടുംബവും ഒരു തീരുമാനമെടുക്കുകയാണ്. ആരെയാണ് തിരഞ്ഞെടുക്കുക? ഇസ്രായേൽ ജനം വ്യത്യസ്തങ്ങളായ തലങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് അവരുടെ ചിന്തകൾ മാറാൻ തുടങ്ങിയപ്പോൾ ജോഷുവ അവരോട് പറയുകയാണ്, നിങ്ങൾ കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ
ഈ നദി കടന്ന് നിങ്ങളിവിടെ എത്തിച്ചേർന്നു. ഈ നദിക്കരെ നിങ്ങൾ ആരാധിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണെങ്കിൽ നിങ്ങൾ അതിനെ തിരഞ്ഞെടുക്കുക. അതല്ല, നിങ്ങളിവിടെ എത്തിച്ചേർന്ന അമോര്യരുടെ നാട്ടിലെ അവരുടെ വിഗ്രഹ ദേവന്മാരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. 4, ഞാൻ എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കുവാൻ കർത്താവിനെ തിരഞ്ഞെടുക്കുന്നുവെന്ന് ജോഷുവ പറയുകയാണ്. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 25:12 പറയുന്നു, കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വഴി കാണിച്ചു തരും. ഏതാണ് തിരഞ്ഞെടുക്കുക, ഏതാണ് നല്ലതെന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. നന്മയും തിന്മയും എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ജീവനിൽ പ്രവേശിക്കുവാനായിട്ട്, ജീവൻ അനുഭവിക്കുവാനായിട്ട്, നന്മ തിരഞ്ഞെടുക്കുവാനായിട്ട് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നന്മ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 18-ാം അധ്യായം 21 ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവിടുത്തെ പിന്നാലെ പോകുവിൻ. ജനം ഒന്നും പറഞ്ഞില്ല. നോക്കണം, ജനത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലും മൗനം അവലംബിച്ച് നിസ്സംഗരായിട്ട് നിൽക്കുന്ന ജനത്തെ ഏലിയ പ്രവാചകൻ വെല്ലുവിളിക്കുകയാണ്. തുടർന്ന് നമ്മൾ കാണുകയാണ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമാണ് ഏക സത്യ ദൈവമെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഏലിയ അവിടെ പ്രവർത്തിക്കുകയാണ്. കാരണം ദേവന്മാരുടെ മുമ്പിൽ കാഴ്ചയർപ്പിച്ച് അവർ ബാൽദേവനെ വിളിച്ചപ്പോൾ അവിടെ ഒന്നും സംഭവിച്ചില്ല, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയില്ല. എന്നാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവത്തെ വിളിച്ച് ഏലിയ കാഴ്ചയർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി യഥാർത്ഥ ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ എപ്പോഴുമുണ്ട്. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? നിൻ്റെ മനോഭാവവും നിൻ്റെ നിലപാടുമാണ്. സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഇപ്രകാരമാണ്, അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുന്നവൻ, അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. സുഭാഷിതങ്ങൾ 8:32 പറയുന്നു, ആകയാൽ മക്കളെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ, എൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ്. തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ അനാദിയിലെ തിരഞ്ഞെടുത്തു. കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുവാൻ, അവനെ സ്നേഹിക്കുവാൻ, അവൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവോ മിടുക്കോ യോഗ്യതയോ അല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ അനാദിയിലെ ഒരു തിരഞ്ഞെടുപ്പാണ്. ദൈവം നമ്മളെ അനാദിയിലെ തിരഞ്ഞെടുത്തുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അനുദിന ജീവിതത്തിൽ നമ്മളും ഇതുപോലെ ശരിയായത് തിരഞ്ഞെടുക്കാനായിട്ടുള്ള മനോഭാവം ഉണ്ടായിരിക്കണം, നിലപാടുകൾ എടുക്കണം. ഒരു തിരഞ്ഞെടുപ്പ് എടുക്കാതെ, ഒരു തിരഞ്ഞെടുപ്പിന് നമ്മൾ തയ്യാറാകാതെ നിസ്സംഗരായിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ, തകർച്ചകൾ, അസ്വസ്ഥതകൾ, തിന്മയുടെ ബന്ധനങ്ങൾ വന്ന് ഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം തിരഞ്ഞെടുത്തവർ വീണുപോയിട്ടുണ്ടെങ്കിലും ലോകത്തിൻ്റെ കാഴ്ചകളിൽ കുടുങ്ങി തിന്മ തിരഞ്ഞെടുത്ത് ഇന്ന് മനസ്സ് തകർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് നിന്നോട് ഈ ദിനത്തിൽ പറയാനായിട്ടൊരു വചനമുണ്ട്. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 17. ഒരുപക്ഷെ നീ നിൻ്റെ ജീവിതത്തിൽ നിന്നെ തിരഞ്ഞെടുത്ത ദൈവത്തെ മറന്ന് നീ അന്യ തിന്മകളെ തിരഞ്ഞെടുത്ത് ഈ ലോകത്തിൻ്റെ ദുശീലങ്ങളെ തിരഞ്ഞെടുത്ത് മനസ്സ് തകർന്ന് നിരാശയിൽ ജീവിക്കുകയാണെങ്കിൽ ഇതാ ദൈവം നിന്നോട് പറയുകയാണ്. ഒരുപക്ഷെ നീ നിൻ്റെ ഉള്ളിൽ തിന്മ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, ദൈവം എന്നെ തിരസ്കരിച്ചു, ഇനി ഒരിക്കലും എനിക്ക് രക്ഷയില്ല, ദൈവം എന്നെ തിരഞ്ഞെടുത്തു, ഒരു നാളിൽ ദൈവം എന്നെ നന്നായിട്ട് ഉപയോഗിച്ചു, പക്ഷേ ഇന്നിതാ എൻ്റെ തിരഞ്ഞെടുപ്പുകൾ മൂലം ഞാൻ ഇന്ന് വഴിതെറ്റിയ അവസ്ഥയിലാണ്, എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല, ഇനി എനിക്കൊരു പുനഃസ്ഥിതി ഉണ്ടാവുകയില്ല എന്ന് കരുതി നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിനത്തിൽ ഈ പ്രവാചകനിലൂടെ പറയുകയാണ്. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 17. വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാക്കും, കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും, ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവം ഈ വചനത്തിലൂടെ പറയുകയാണ്, അവൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പിൻ്റെ വില തിരിച്ചറിഞ്ഞ് അവന് യോഗ്യമായി അനുദിന ജീവിതത്തിൽ നീ തിരഞ്ഞെടുപ്പുകളുടെ ഒരു ജീവിതം നയിക്കുക. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 12 വീണ്ടും പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, ജെറുസലേമിനെ വീണ്ടും ഞാൻ തിരഞ്ഞെടുക്കും. ഒരുപക്ഷെ ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് ദൈവം നിന്നെ വിളിച്ചിട്ട് ഈ തിരഞ്ഞെടുപ്പിൻ്റെ വില തിരിച്ചറിയാതെ
ഇതിൻ്റെ മഹത്വം തിരിച്ചറിയാതെ നീ ലോകത്തിൻ്റെ കാഴ്ചകളിൽ അമർന്ന് ലോകത്തിൻ്റെ മനോഭാവത്തോടെ ലോകത്തിൻ്റെ മനുഷ്യർ തിരഞ്ഞെടുത്ത് ജീവിക്കുന്നത് പോലെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നീ തിരഞ്ഞെടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതാ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുകയാണ്, തിരിച്ചു വരിക, ശരിയായ തിരഞ്ഞെടുപ്പെടുത്ത് ശരിയായ തിരഞ്ഞെടുപ്പുകൾ എടുത്ത് ജീവിക്കുക. പ്രിയമുള്ളവരെ, യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 4-ാം അധ്യായം 4-ാം വചനം ഇപ്രകാരമാണ്: വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കും. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ മിത്രമാകാനായിട്ടുള്ള ഒരു വിളിയല്ല ക്രിസ്തീയ ജീവിതം. ലോകത്തിൻ്റെ മിത്രമാകാനല്ല, ദൈവത്തിൻ്റെ മിത്രമായി ദൈവത്തിൻ്റെ മകനായി മകളായി ജീവിക്കുവാനായിട്ടുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ തിരഞ്ഞെടുപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിലെ 2-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ, 15 മുതൽ 17 വരെയുള്ള തിരുവചനം: ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. നിൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ ദൈവത്തിൻ്റെ ഹിതമായിരിക്കണം, ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളല്ല, ലോകത്തിൻ്റെ മനോഭാവങ്ങളല്ല. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം പോലും നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ലേ? എന്ത് ഭക്ഷിക്കണം എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇന്ന് ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ ഇന്ന് രുചികരമായ ഭക്ഷണത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്, രോഗികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് നിൻ്റെ മുമ്പിലുണ്ട്. എന്ത് ഭക്ഷിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ നിനക്ക് യോഗ്യതയുണ്ട്. എന്ത് വസ്ത്രം ധരിക്കണമെന്നുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. ലോകത്തിലെ വ്യത്യസ്തങ്ങളായ ഫാഷനുകൾ, വസ്ത്രധാരണകൾ ചുറ്റുപാടുകളിൽ കാണുമ്പോഴും എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം കർത്താവ് നിൻ്റെ കയ്യിലാണ് വച്ചിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് നിൻ്റെ ജീവിതത്തെ അനുഗ്രഹമാക്കണമെങ്കിൽ നീ 3 കാര്യങ്ങൾ ഓരോ തിരഞ്ഞെടുപ്പിലും നിന്നോട് തന്നെ ചോദിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത ശൈലിയാകാം, നമ്മുടെ ഭവനത്തെ, നമ്മുടെ TV പ്രോഗ്രാമുകൾ, നമ്മൾ കാണുന്ന വിഷയങ്ങൾ ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. ഒരു TV-യുടെ മുമ്പിൽ ഒരു പ്രോഗ്രാം കാണാൻ നിൽക്കുമ്പോൾ നീ എടുക്കുന്ന ഓരോ ചാനലുകൾ അത് നിൻ്റെ തിരഞ്ഞെടുപ്പ് വെളിപ്പെടുത്തുകയാണ്. ചിലരൊക്കെ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും പരസ്നേഹത്തിലും വളർത്തുന്ന നല്ല ചാനലുകൾ കാണാനായിട്ട്, ശാലോം പോലുള്ള നല്ല ചാനലുകൾ കാണാനായിട്ട് താല്പര്യമെടുക്കും. അത് അവൻ്റെ തിരഞ്ഞെടുപ്പാണ്. എന്നാൽ മറ്റുള്ളവർ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ ലോകത്തിൻ്റെതായിട്ടുള്ള തിന്മകൾക്ക് അടിമപ്പെട്ട വ്യക്തി എപ്പോഴും ലോകത്തിൻ്റെ അരൂപിയിൽ നിയന്ത്രിച്ച് മറ്റ് തെറ്റായ ജീവിത ശൈലിയിലേക്ക് നയിക്കുന്ന ചാനലുകളായിരിക്കും അവൻ കൂടുതൽ നേരം കാണുക. തിരഞ്ഞെടുപ്പ് നിൻ്റെ കയ്യിലാണ്. ഏതാണ് തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ച് ദൈവത്തിൻ്റെ കരുതലും കരുണയും നിൻ്റെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കും. പ്രിയമുള്ളവരെ, 3 ചോദ്യങ്ങൾ നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മൾ ചോദിക്കണം. ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, അത് ഭക്ഷണമാകാം, വസ്ത്രമാകാം, നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നവരാണ്. ഈ തിരഞ്ഞെടുപ്പുകളുടെ പിന്നിൽ നമ്മുടെ ഉള്ളിൽ 3 ചോദ്യങ്ങളുണ്ടായിരിക്കണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇത് എൻ്റെ വിശ്വാസ ജീവിതത്തിന് ചേർന്ന് പോകുന്നതാണോ? ഇതെൻ്റെ വിശ്വാസ ജീവിതത്തിന് ചേർന്ന് പോകുന്നതാണോ? മക്കബേയക്കാരുടെ 1-ാം പുസ്തകത്തിൽ 2-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് പുരോഹിതനായ മത്താത്തിയാസ് വിജാതിയർ ബലിയർപ്പിക്കുവാനായിട്ട് ഈ പുരോഹിതനെ നിർബന്ധിക്കുകയാണ്. പന്നിമാംസം ഭക്ഷിക്കുവാനായിട്ട് നിർബന്ധിച്ചുകൊണ്ട് ഈ പുരോഹിതനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിർബന്ധിക്കുകയാണ്. പക്ഷേ പുരോഹിതനായ മത്താത്തിയാസ് എന്താണ്? ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, അവൻ്റെ പ്രമാണങ്ങൾക്ക് അനിഷ്ടമായത് ചെയ്യാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവൻ തിന്മയുടെ പന്നിമാംസം ഭക്ഷിക്കാനായിട്ട് തയ്യാറായില്ല. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മക്കബേയക്കാരുടെ 2-ാം പുസ്തകത്തിൽ 15-ാം അധ്യായം മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് ഈ സംഭവം കാണാനായിട്ട് സാധിക്കും. അവിടെ പുരോഹിതനായ മത്താത്തിയാസ് പറയുക, രാജകൽപ്പന അനുസരിക്കുന്നതിനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല. രാജകൽപ്പന അനുസരിക്കുവാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല. നീ എടുക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ രാഷ്ട്രത്തിൻ്റെ തിരഞ്ഞെടുപ്പാകാം, ഈ ലോകത്തിൻ്റെ ഭരണാധികാരികൾ നിന്നെ നിർബന്ധിക്കുന്ന ചില തിരഞ്ഞെടുപ്പുകളാകാം. അത് നിൻ്റെ മതവിശ്വാസത്തെ തകർക്കുവാനായിട്ട് കാരണമാകുന്നുണ്ടെങ്കിൽ നീ തിരഞ്ഞെടുക്കുന്നത് ഏതായിരിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നമ്മുടെ മതവിശ്വാസത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാനായിട്ട് തയ്യാറാകാത്തതേ തിരഞ്ഞെടുക്കാവൂ.
മതവിശ്വാസത്തിൽ നിന്ന്, മതസംഹിതയിൽ നിന്ന്, കാരണം നമുക്ക് ലഭിച്ച ഒരു പാരമ്പര്യമായ മതവിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് ചേരാത്തത് ആര് നമ്മളെ നിർബന്ധിച്ചാലും നമ്മളത് തിരഞ്ഞെടുക്കുവാനായിട്ട് പാടില്ല. ഞാൻ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ മതവിശ്വാസത്തിന് ചേർന്ന് പോകുന്നതാണോ? ഓരോ നിമിഷവും നമ്മൾ ചോദിക്കണം പ്രിയമുള്ളവരെ. നമ്മളെടുക്കുന്ന ഓരോ നിലപാടുകളിൽ ഏത് തിരഞ്ഞെടുപ്പാകാം, എന്ത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വ്യക്തിയാകാം, വസ്തുക്കളാകാം, സ്ഥാനമാനങ്ങളാകാം, തൊഴിൽ മേഖലകളാകാം, ഇവിടെയൊക്കെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. ഞാൻ ഈ തിരഞ്ഞെടുക്കുമ്പോൾ ഇതെൻ്റെ വിശ്വാസത്തിന് ചേർന്ന് പോകുന്നതാണോ? ഒരിക്കൽ ഒരു വലിയ പട്ടാള മേഖലകളിൽ ജോലി ചെയ്യാനായിട്ട് വിളിച്ച ഒരു മനുഷ്യൻ, കാരണം അദ്ദേഹത്തിന് പട്ടാളത്തിൻ്റെ ആ ജീവിതശൈലി തൻ്റെ വിശ്വാസത്തിന് ചേർന്ന് പോകുന്നില്ല എന്ന് കാണാനായിട്ട് ആ സാഹചര്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ജോലി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായി. വേണ്ട, ഈ വലിയ ജോലി, വലിയ മഹത്വം, രാഷ്ട്രത്തിൻ്റെ മുമ്പിൽ വലിയ പേരും സ്ഥാനമാനങ്ങളുമുള്ള ഒരു ജോലിയായിരിക്കാം. പക്ഷേ ഇതെൻ്റെ വിശ്വാസത്തെ തകർക്കുന്നതാണെങ്കിൽ, വിശ്വാസത്തെ തകർത്തുകൊണ്ടുള്ള നിലപാടുകൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നതുകൊണ്ട്, നിർബന്ധിതനാകുന്നതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ജോലി ഉപേക്ഷിച്ചു. ജോലി വേണ്ട എന്ന് പറഞ്ഞു. വിശ്വാസമാണ് വലുത്. കാരണം മനുഷ്യജീവിതം, ഈ ഭൂമിയിലെ തിരഞ്ഞെടുപ്പുകൾ നിത്യതയ്ക്ക് ഉപകരിക്കാത്തതാണെങ്കിൽ, വിശ്വാസ ജീവിതത്തെ വളർത്താത്തതാണെങ്കിൽ നമ്മൾ അതിനെ തള്ളിക്കളയാനായിട്ടുള്ള മനസ്സുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതെൻ്റെ വിശ്വാസ ജീവിതത്തിന് ചേർന്ന് പോകുന്നതാണോ എന്ന് ചോദിക്കണം. ഒരു വസ്ത്രമാകാം, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇതെൻ്റെ വിശ്വാസ ജീവിതത്തിന് ചേർന്ന് പോകുന്നതാണോ? നമ്മുടെ ജീവിത ശൈലി ഇതെൻ്റെ വിശ്വാസ ജീവിതത്തിന് ചേർന്ന് പോകുന്നതാണോ? നമ്മൾ കെട്ടുന്ന കെട്ടിടങ്ങൾ, ഭവനങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഓരോ ആഘോഷങ്ങൾ ഇതെൻ്റെ വിശ്വാസത്തിന് ചേർന്ന് പോകുന്നതാണോ എന്ന് നമ്മൾ ഒന്നാമത് ചോദിക്കണം. രണ്ടാമത് ചോദിക്കേണ്ട ചോദ്യം, തിരുവചനത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ തിരഞ്ഞെടുപ്പ് മറ്റുള്ളവരുടെ ഇടർച്ചയ്ക്ക് കാരണമാകുന്നതാണോ? ഞാൻ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മറ്റുള്ളവരുടെ ഇടർച്ചയ്ക്ക് ഇത് കാരണമാകുന്നുണ്ടോ? അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഞാനെടുത്ത ഈ തിരഞ്ഞെടുപ്പ് മറ്റുള്ളവരുടെ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് നമ്മൾ തയ്യാറാകണം. മക്കബേയക്കാരുടെ 2-ാം പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഉന്നത സ്ഥാനിയും നിയമജ്ഞനും കുലീന ഭാവത്തോടു കൂടിയ എലയാസർ എന്ന മനുഷ്യനെക്കുറിച്ച്. കാരണം അദ്ദേഹം നിയമം നിഷേധിക്കുന്ന പന്നിമാംസം ഭക്ഷിക്കുവാനായിട്ട് അദ്ദേഹം വിസമ്മതിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിന് ചേർന്നതല്ല ഈ പന്നിമാംസം ഭക്ഷിക്കുക എന്നുള്ളത്. ഇസ്രായേലിൻ്റെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് പന്നിമാംസം ആ കാലഘട്ടത്തിൽ ഒരു നിഷിദ്ധമായൊരു മാംസമായിട്ട് കരുതിയിരുന്നത് കൊണ്ട് എലയാസർ അത് ഭക്ഷിക്കുവാനായിട്ട് തയ്യാറായില്ല. എന്നാൽ എലയാസറിനെ രക്ഷിക്കുവാനായിട്ട് അവിടെ കൂടിയിരുന്നവരെന്ത് പറഞ്ഞു? ഭക്ഷിക്കുവാനായിട്ടുള്ള മാംസം കൊണ്ടുവരാം, പന്നിമാംസത്തിന് പകരം ഭക്ഷിക്കുവാനായിട്ടുള്ളൊരു മാംസം കൊണ്ടുവരാം, അത് പന്നിമാംസമെന്ന് കരുതി അത് ഭക്ഷിച്ചാൽ മതി, നിങ്ങളെ ഈ തകർച്ചയിൽ നിന്ന്, ഈ രാജകോപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. അതല്ലെങ്കിൽ രാജാവ് കൊല്ലും. കാരണം പന്നിമാംസം ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ അവിടെ കിടന്ന് നിലപാടെടുത്തു കഴിഞ്ഞാൽ നീ വധിക്കപ്പെടും. പക്ഷേ എലയാസർ ധീരതയോടെ നിലപാടെടുക്കുകയാണ്. എലയാസറിന് വേണമെങ്കിൽ ഒരു തീരുമാനം എടുക്കാം. പന്നിമാംസം ഭക്ഷിക്കുന്നില്ലല്ലോ, ഭക്ഷിക്കാവുന്ന മാംസമാണല്ലോ തൻ്റെ മുന്നിൽ വരുന്നത്, അത് ഭക്ഷിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വേണമെങ്കിൽ എലയാസറിന് വിചാരിക്കാം. പക്ഷേ എലയാസർ എടുക്കുന്ന നിലപാടുണ്ട് പ്രിയമുള്ളവരെ. എലയാസർ ആ നിമിഷത്തിൽ സംസാരിക്കും നമുക്ക് കാണാം. 2 മക്കബേയരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 25 എലയാസർ പറയുന്ന ഒരു വാക്യമുണ്ട്, ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കുവാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലവും അപമതിതവും ആക്കുകയും ചെയ്യും. കാരണം എലയാസറിന് വേണമെങ്കിൽ ഈ ഒരു പ്രവൃത്തി അവർ പറഞ്ഞ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഒരു നിമിഷം കൂടെ ജീവിക്കാൻ പറ്റും, ഈ ഭൂമിയിൽ കുറച്ച് നാൾ കൂടെ ജീവിക്കാൻ പറ്റും. പക്ഷേ ഇത് അഭിനയമാണ്. ഈ അഭിനയം ഒരിക്കലും വിശ്വാസത്തിന് ചേർന്നതല്ല. പന്നിമാംസം ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് അത് ഇസ്രായേലിൻ്റെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസ ജീവിത ശൈലി ആയതുകൊണ്ട് എലയാസർ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ അത് മറ്റുള്ളവർക്ക് ഇടർച്ച വരാതിരിക്കുവാൻ വേണ്ടി ശക്തമായ നിലപാടുകളും എടുക്കുവാൻ എലയാസർ തയ്യാറായി. അദ്ദേഹം പറഞ്ഞു, കാരണം ഈ അഭിനയം മൂലം ഞാൻ മറ്റുള്ളവരെ വഴിതെറ്റിക്കാനായിട്ട് ഇടയാകും. പ്രിയമുള്ളവരെ, ഈ നിമിഷത്തിൽ നിന്നോട് തന്നെ നീ ചോദിക്കണം, നീ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മറ്റുള്ളവരുടെ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ? ചില സീരിയലുകളിലുള്ള ചില അഭിനയങ്ങൾ, ഒരുപക്ഷെ നീ വലിയ വിശ്വാസിയും പ്രാർത്ഥനക്കാരനുമാകാം, പക്ഷെ നിൻ്റെ അഭിനയം മൂലം മറ്റുള്ളവർക്ക് ഇടർച്ച കൊടുക്കുന്നുണ്ടെങ്കിൽ നീ ആ സീരിയലുകൾ അഭിനയിക്കാൻ പാടില്ല. ചില പാട്ടുകൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും വളർത്താൻ കഴിയാത്ത തിന്മകളിലേക്ക് നയിക്കുന്ന ചില ഗാനങ്ങൾ, അത് നിൻ്റെ ജീവിതത്തിലൂടെ നീ അത് പാടാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിലൂടെ നീ മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുകയാണ്.
അപ്പോൾ നീ തിരഞ്ഞെടുപ്പ് നിൻ്റെ മുമ്പിലുണ്ട്. പാടണോ പാടണ്ടയോ എന്നുള്ളത് നിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അഭിനയിക്കണോ എന്നുള്ളത് നിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ദൈവം നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മൂന്നാമത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ ഉള്ളിൽ ചോദിക്കേണ്ട ചോദ്യം, ഇതെന്നെ നിത്യജീവനിലേക്ക് നയിക്കുന്നതാണോ? നീ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ, നീ കഴിക്കുന്ന ഭക്ഷണമാകാം, വസ്ത്രമാകാം, നിൻ്റെ ജീവിത നിലവാര സാഹചര്യങ്ങൾ മേഖലകളിലൊക്കെ, നീ കടന്നു പോകുന്ന വഴികളിലൊക്കെ നീ ഓരോ നിമിഷവും ഏതൊക്കെയോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പുകൾ നിന്നെ ജീവിതത്തിലേക്ക് നയിക്കുന്നതാണോ എന്ന് കൂടി ചോദിക്കണം പ്രിയമുള്ളവരെ. അതിനും മക്കബയാരുടെ പുസ്തകത്തിൽ, 2 മക്കബയക്കാരുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ ഒരമ്മയെയും 7 മക്കളെയും കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. ഈ അമ്മയും 7 മക്കളും പ്രിയമുള്ളവരെ വിശ്വാസത്തിന് വേണ്ടി അവർ ധീരതയോടെ നിലപാടെടുക്കുകയാണ്. അവർ തിരഞ്ഞെടുക്കുകയാണ്. ഒരിക്കലും തിന്മ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയില്ല, നന്മയെ തിരഞ്ഞെടുക്കുകയുള്ളൂ. ആ 7 പേരെയും ഓരോരുത്തരായിട്ട് കൊല്ലുകയാണ്. പക്ഷേ ഈ അമ്മ വിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തുകയും കാരണം ഓരോ നിമിഷവും അവർ നിത്യജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയോടുകൂടി നിലപാടുകൾ എടുക്കുകയും ചെയ്യുകയാണ്. 7-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരമാണ്: നാലാമത്തെ മകനെ കൊല്ലുവാനായിട്ട് സമയമായപ്പോൾ അവൻ മരണത്തോടടുത്തപ്പോൾ അവൻ പറഞ്ഞു, പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ നിങ്ങൾക്ക് പുനരുത്ഥാനമില്ല, പുതിയ ജീവിതവുമില്ല. വീണ്ടും മക്കബയക്കാരുടെ 2-ാം പുസ്തകത്തിൽ 7-ാം അധ്യായം 22 വീണ്ടും ഈ അമ്മ മക്കളോട് പറയുകയാണ്, നിങ്ങളെങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയത് നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തത് ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം കുറിക്കുകയും ചെയ്ത ലോകസൃഷ്ടാവ് തൻ്റെ നിയമത്തെ പ്രതി നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അവർ ശക്തമായൊരു തിരഞ്ഞെടുപ്പ് എടുക്കുകയാണ്. കാരണം ഇത് നിത്യജീവനിലേക്ക് നയിക്കുന്നതാണോ? അവർ തിരഞ്ഞെടുത്തത് നിത്യജീവനിലേക്ക് നയിക്കുന്നതായിരുന്നു. ലോകത്തിൻ്റേതായിട്ടുള്ള മനോഭാവത്തോടെ രാജകൽപ്പന അംഗീകരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് നിത്യജീവനാണ്. അതുകൊണ്ടെന്താണ്? നിത്യജീവൻ വിലയുള്ളതായി കരുതിയതുകൊണ്ട് അവരുടെ തിരഞ്ഞെടുപ്പ് ശരിയായ തിരഞ്ഞെടുപ്പായിരുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 26 പറയുകയാണ്, നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നു, ദുഷ്ടൻ്റെ പെരുമാറ്റം അവനെ തന്നെ വഴിതെറ്റിക്കുന്നു. സങ്കീർത്തനം 25-ാം സങ്കീർത്തനം 12 പറയുകയാണ്, കർത്താവിനെ ഭയപ്പെടുന്നവനാരോ, അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നവരാണ് ഞാനും നിങ്ങളും. ഓരോ നിമിഷവും നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. നാം തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറണമെങ്കിൽ 3 ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോഴുണ്ടായിരിക്കണം. ഒന്നാമത്, ഇതെൻ്റെ വിശ്വാസ ജീവിതത്തിന് ചേർന്ന് പോകുന്നതാണോ? ഇതെൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണോ എന്ന് ഒന്നാമത് ചോദിക്കണം. രണ്ടാമത്, എൻ്റെ തിരഞ്ഞെടുപ്പ് മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതത്തിന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ? മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതത്തിന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ? ഞാൻ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അത് ദൈവികമല്ലെന്ന് തിരിച്ചറിഞ്ഞ് ആ തിരഞ്ഞെടുപ്പിനെ നീ ശരിപ്പെടുത്തണം. മൂന്നാമത്, നീ എന്നോട് തന്നെ ചോദിക്കണം, നീ തിരഞ്ഞെടുക്കുന്നത് നിൻ്റെ നിത്യജീവിതത്തിന് ഉപകരിക്കുന്നതാണോ? നിൻ്റെ നിത്യജീവന് ഉപകരിക്കാത്തതാണ് നീ ഈ ഭൂമിയിൽ നിന്ന്, ഈ ഭൂമിയിലെ നേട്ടങ്ങൾക്ക് വേണ്ടി, ഈ ഭൂമിയിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഈ ഭൂമിയിൽ അല്പം കൂടെ ജീവിക്കുവാൻ വേണ്ടി നീ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് നിൻ്റെ തിരഞ്ഞെടുപ്പ് തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ നമ്മുടെ സന്നിധിയിൽ ദൈവം നന്മയും തിന്മയും ഇതാ വച്ചിരിക്കുന്നു. ഓരോ നിമിഷവും നമ്മൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നവരാണ്. ഈ ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, ദൈവമേ, ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ. നന്മയും തിന്മയും എപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നന്മ തന്നെ മാത്രം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നമുക്ക് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ അനാദിയിൽ തിരഞ്ഞെടുത്ത നിൻ്റെ കരുണയെയും കരുതലിനെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കഴിവോ മിടുക്കോ യോഗ്യതയോ അല്ല, യേശുവിനെ അറിയുവാനും സ്നേഹിക്കുവാനും യേശുവിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കുന്നത് പിതാവേ നിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ വില തിരിച്ചറിഞ്ഞ് അനുദിന ജീവിതത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നന്മ മാത്രം തിരഞ്ഞെടുക്കുവാൻ, നീതിപൂർവം തിരഞ്ഞെടുത്ത് വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.